ബ്രുഹീം ഹബായിം ലൗൽപ്പാൻ ഷെലാനും. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച ഹീബ്രു ഗ്രീറ്റിംഗ് ആണിത് അല്ലേ, ബ്രുഹീം ഹബായി. ഇന്നത്തെ സെഷനിലും ആദ്യമേ തന്നെ നമുക്ക് പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്ന ഒരു വാക്ക് പഠിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഹീബ്രുവിൽ നമ്മളൊരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴൊക്കെ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നത് ഗ്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷലോം. ഷലോം ഇവിടെയുള്ളവർക്കറിയാം, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഷലോം എന്ന വാക്കിൻ്റെ ലിറ്ററലി ഉള്ള മീനിങ് പീസ്, സമാധാനം എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം അങ്ങനെ ഒരു പരസ്പരം കാണുമ്പോൾ ഷലോം എന്ന് ഗ്രീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മൾ ആരെങ്കിലും കാണുമ്പം ഹായ്, എന്തുണ്ട്, എന്തൊക്കെയുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിഷ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഹായ്, ഹലോ, അങ്ങനെ. ഹീബ്രുവിൽ ഷലോം എന്ന് വിഷ് ചെയ്യുന്നതിൽ അതിലെ വസ്തുത ഇതാണ്. അതൊരു പാരമ്പര്യമാണ്, യഹൂദന്മാരുടെ ഒരു പാരമ്പര്യമാണത്. ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കറിയാം, ഈശോ ശിഷ്യന്മാരെ വിജാതിയരുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ ഏത് ഭവനത്തിൽ ചെന്നാലും അവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് പ്രവേശിക്കണമെന്ന്. അപ്പോൾ ഇതൊരു യഹൂദ പാരമ്പര്യമാണ്. ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴൊക്കെ അവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ഗ്രീറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു പാരമ്പര്യമാണത്. അതാണ് അതിലെ വസ്തുത. ഓക്കെ, അപ്പോൾ ഒരാളെ നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ ഷലോം അവർ തിരിച്ചും ഷലോം പറയും. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുമ്പോൾ ഷലോം ലെ കുലാം. ഷലോം ലെ കുലാം. അത് ഹീബ്രു ലാംഗ്വേജിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരാളെ തന്നെ പറയുമ്പോഴും ഗ്രൂപ്പായിട്ട് പറയുമ്പോഴും ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി ഷലോം ലെ കുലാം എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഷലോം എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എത്രമാത്രം പഴക്കമുള്ള ഒരു ലാംഗ്വേജാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അത്രയും പാരമ്പര്യമുള്ളൊരു ഭാഷയാണ് ഹീബ്രു. ഈ ഹീബ്രു തന്നെ 2 തരത്തിലുള്ള ഹീബ്രു ഉണ്ട്. ബൈബിളിക്കൽ ക്ലാസിക് ഹീബ്രു ഉണ്ട്, മോഡേൺ ഹീബ്രു ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും കേൾക്കുന്നതും ഒക്കെ മോഡേൺ ഹീബ്രു ആണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നവർക്കറിയാം, യാഥാസ്ഥിതികരായ അല്ലെങ്കിൽ കഠിന വിശ്വാസികളായ ദത്തികൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതന്മാർ ഇപ്പോഴും അവരുടെ സംസാരത്തിൽ ആ ഒരു ബൈബിളിക്കൽ ക്ലാസിക് ഹീബ്രു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പലരും ദത്തികളായിട്ടുള്ള പലരുടെയും ഹീബ്രു നമുക്ക് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹീബ്രു ഭാഷയ്ക്ക് വന്ന വ്യത്യാസം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. അതായത് ഈ ബൈബിളിക്കൽ ക്ലാസിക് ലാംഗ്വേജിൽ ഒരു വാക്ക് അനുഹി എന്ന് പറഞ്ഞാൽ അനി, ഞാൻ എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന അനി എന്ന വാക്കിന് ഒരിക്കൽ ഉണ്ടായിരുന്ന വാക്കാണ് അനുഹി. അതിൽ നിന്നൊക്കെ മാറി ഈ ബൈബിളിക്കൽ ഹീബ്രുവിൽ ഒരുപാട് പരിണാമം സംഭവിച്ച് മാറി വന്ന മോഡേൺ ഹീബ്രു ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഹീബ്രു പഠിക്കാൻ എളുപ്പമാണ്. ഒരിക്കൽ ആയിരുന്ന ഹീബ്രുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഹീബ്രു വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം ഞാൻ നിങ്ങളെ ഇതിന് പഠിക്കാനായിട്ട് സഹായിക്കുമ്പം ഇത്രയും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് നിങ്ങളെ ഞാൻ പഠിക്കാൻ സഹായിക്കുന്നത്. ഞാനൊക്കെ പഠിച്ച സമയത്ത് ഹീബ്രു മാത്രം സംസാരിക്കുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്ത്, ഇംഗ്ലീഷ് ഒട്ടും വശമില്ലാതിരുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്താണ് ഞാനൊക്കെ ഹീബ്രു പഠിച്ചത്. അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണ് അന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. അതുകൊണ്ട് ഇത്രയും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ എനിക്ക് സമയം കണ്ടെത്തി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് വീഡിയോ കണ്ടു പോകാതെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു, സംശയങ്ങൾ ചോദിച്ച് ലെറ്ററിലൊക്കെ. അത് കഴിയുമ്പോൾ ഞാൻ പറയാം. സംശയങ്ങൾ ചോദിച്ച് കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എഴുതാനും വായിക്കാനും കൂടെ പഠിക്കാനുള്ള ആഗ്രഹമുള്ളവരുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ.
കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ ഹീബ്രുവിൻ്റെ ആൽഫബറ്റ്സിൽ 5 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. പഠിച്ചു പോകുന്ന അക്ഷരങ്ങൾ പിന്നീട് നമ്മൾ മലയാളത്തിൽ ഇനി എഴുതില്ല. ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഇവിടെ നിന്ന് എഴുതാം. നിങ്ങൾ ഓർത്തെടുക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഞാൻ വായിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വായിച്ചു. പെട്ടെന്നായിക്കോട്ടെ. അലിഫ്, ബെറ്റ്, വെറ്റ്, ഗിമേൽ, ദാലെത്ത്, ഹെയ്. ഈ 5 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ 3 വാക്കുകളും പഠിച്ചിരുന്നു. ആബ, ഗാഗ്, ദാഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത 5 അക്ഷരത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത അക്ഷരം വാവ്. വാവിൻ്റെ സൗണ്ട് വ്, വ. ഇനി ആൽഫബറ്റ്സിൽ ഏറ്റവും എളുപ്പമുള്ള, പഠിക്കാൻ എളുപ്പമുള്ള അക്ഷരമാണ് വാവ്. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും പ്രിൻറ്റിങ് വേർഷനും ഇവിടെ എഴുതാം. ഇത്രയേ ഉള്ളൂ ഹാൻഡ് റൈറ്റിങ്. ഹാൻഡ് റൈറ്റിംഗ് വേർഷനും പ്രിൻറ്റിങ് വേർഷനും കൂടെ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു ചെറിയ കർവ് ഉണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. വാവ്, ജസ്റ്റ് ഒരു വര. പ്രിൻറ്റിങ് വേർഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ജസ്റ്റ് ഒരു കർവുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി വാവിൻ്റെ സൗണ്ട് വ്, വ. അടുത്തത് സൈൻ. സൈൻ്റെ സൗണ്ട് സ, സ. ഇനി സൈൻ ഒരു പ്രത്യേകതയുണ്ട്. സൈനും പഠിക്കാൻ എളുപ്പമാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഗീമെയിൽ പഠിച്ചില്ലേ? ഗീമെയിൽ എഴുതുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സൈൻ. ഗീമെയിൽ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഇങ്ങനെയാണ് നമ്മൾ ഗീമെയിൽ എഴുതിയത് അല്ലേ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൈൻ. ഇതാണ് സൈൻ. ഇനി ഇതിൻ്റെ പ്രിൻറ്റിങ് വേർഷൻ ഇത്രയേ ഉള്ളൂ. ഇത് ഹാൻഡ് റൈറ്റിംഗ് വേർഷൻ, ഇത് പ്രിൻറ്റിങ് വേർഷൻ. ഇനി ചിലർ ഡൗട്ട് പറഞ്ഞിരുന്നു, ഈ പ്രിൻറ്റിങ് വേർഷനിലുള്ള ലെറ്റേഴ്സാണ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നതെന്ന്. ചിലർ അത് നോക്കാൻ ശ്രമിച്ചു, പക്ഷേ വ്യത്യാസമുണ്ട്, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഡൗട്ട് ചോദിച്ചവരോട് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. എഴുതാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് വേർഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം ഈ പ്രിൻറ്റിംഗ് വേർഷൻ നമ്മൾ ജസ്റ്റ് വായിക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പ്രിൻറ്റിംഗ് വേർഷനിലുള്ള ലെറ്റേഴ്സ് നമ്മൾ എഴുതുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന പേനയാണെങ്കിലും മാർക്കറാണെങ്കിലും എല്ലാം ഇതിനൊരു എഡ്ജുണ്ട് അല്ലേ? ഈ എഡ്ജിൻ്റെ വലുപ്പത്തിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. പക്ഷേ പ്രിൻറ്റിംഗ് വേർഷനിൽ നമ്മൾ ബുക്സിലൊക്കെ കാണുമ്പോൾ ഈ ലൈൻസിനൊക്കെ കുറച്ചുകൂടെ തിക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ എൻഡൊക്കെ ഈ എഡ്ജൊക്കെ കുറച്ചുകൂടെ കർവൊക്കെ കാണും. ഒരിക്കലും പ്രിൻറ്റിങ് പോലെ തന്നെ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് പറ്റില്ല. അത് തന്നെയല്ല, നമ്മൾ ഈ അക്ഷരങ്ങൾ എഴുതാറില്ല. എഴുതുമ്പം ഈ ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് പ്രിൻറ്റിംഗ് വേർഷനിലുള്ള അക്ഷരങ്ങൾ കണ്ടാൽ മനസ്സിലായാൽ മാത്രം മതി. നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്താൽ മതി. എഴുതാൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. പിന്നെ പ്രിൻറ്റിംഗ് വേർഷനിലുള്ള അക്ഷരങ്ങൾ മനസ്സിലാക്കാനായിട്ട് വേറൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാ അക്ഷരങ്ങളും പഠിച്ചു കഴിയുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ഇന്ന അക്ഷരങ്ങളാണെന്ന് കണ്ടാൽ മനസ്സിലാകും എന്നൊരു കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന കീപാഡ് എടുക്കുക. കീപാഡ് എടുത്തിട്ട് ഹീബ്രു ലാംഗ്വേജ് ചൂസ് ചെയ്യുക. ആ കീപാഡിൽ ഫുൾ ഈ പ്രിൻറ്റിംഗ് വേർഷനിലുള്ള അക്ഷരങ്ങളാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അക്ഷരങ്ങൾ. അത് എല്ലാ അക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് മതി, ധൃതി വേണ്ട. ഓക്കെ. അപ്പോൾ ഇത് വാവ്, ഇത് സൈൻ. സൈൻ്റെ സൗണ്ട് സ, ഓക്കെ.
സൈൻ. അടുത്ത അക്ഷരത്തിലേക്ക് നമ്മൾ പോവാണ്. ഹെത്ത്. ഹെത്ത്. ഒരു കാര്യം, ഹീബ്രുവിൽ നമ്മളെപ്പോഴും ഉച്ചാരണം ചെയ്യുമ്പോൾ, അക്ഷരങ്ങളായാലും വാക്കുകളായാലും ഉച്ചരിക്കുമ്പോൾ ആ സൗണ്ട് വരുന്നത് ഈ തൊണ്ടയിൽ നിന്ന് കൂടിയാണ്. ഓഫ് കോഴ്സ് നമ്മൾ സംസാരിക്കുമ്പം സൗണ്ട് തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പം എനിക്ക് എൻ്റെ തൊണ്ട കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. സംസാരിക്കുന്നു, നമ്മുടെ നാക്ക് ഉപയോഗിക്കുന്നത് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഹീബ്രു സംസാരിക്കുമ്പോൾ തൊണ്ടയിൽ നിന്നുകൂടിയാണ് ആ ഒരു വോയിസ് വരേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഉച്ചാരണം ഭംഗിയാകുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഒരിക്കലും ഇസ്രായേലീസിനെ പോലെ തന്നെ ഉച്ചരിക്കാൻ പറ്റുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നമുക്കത് പറ്റില്ലായിരിക്കാം. ഇവിടെയുള്ള ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ നിങ്ങൾക്കറിയാം, അവർ പല രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഒരിക്കൽ ചിന്നിച്ചെതറി പോയി വീണ്ടും ഒത്തൊരുമിച്ച് യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ പല രാജ്യങ്ങളിലായിട്ട് ചിതറിക്കിടന്നിരുന്ന യഹൂദന്മാർ വീണ്ടും അവരുടെ കാനാൻ ദേശത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുടിയേറി പാർക്കുകയാണ് അവർ. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പോയവർ തിരിച്ചു വരുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആക്സെൻ്റായിട്ടാണ് അവർ തിരിച്ചിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് റഷ്യൻസൊക്കെ സംസാരിക്കുമ്പം ആ റഷ്യൻ ഭാഷയുടെ ഒരു ആക്സെൻറ്റിലാണ് അവർ ഹീബ്രു സംസാരിക്കുന്നത്. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ സംസാരിക്കുമ്പം അവരുടേതായ ഒരു ആക്സെൻറ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ മലയാളീസ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻസ് സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ആ ഒരു ആക്സെൻറ്റ് അതിൽ വരും. എന്നിരുന്നാലും തൊണ്ടകൂടിയൊക്കെ ഉപയോഗിച്ച് കുറച്ചൊക്കെ ഒന്ന് പെർഫെക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു കോൺഫിഡൻസ് വരും. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെത്ത്. ഹെത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു അതിനകത്തൊരു 6 സൗണ്ടും കൂടിയാണ് നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പോൾ അത്രയും പഞ്ച് കൊടുത്ത് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉച്ചാരണം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹെത്ത് എഴുതാൻ പോവുകയാണ്. ഹെത്ത് എഴുതുന്നത് ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ റാ എഴുതുന്ന മോഡലിൽ പകുതി എഴുതുക, എന്നിട്ട് ലൈൻ കൊടുക്കുക. ഇനി ഇതിൻ്റെ ഹാൻഡ് റൈറ്റിങ് ഇതേപോലെ തന്നെ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഹെത്ത്. ഓക്കെ. അടുത്തത് തെത്ത്. തെത്ത്. തെത്തിൻ്റെ സൗണ്ട് ത് ത്. ഈ 2 സൗണ്ടാണ്. തെത്ത് എഴുതുമ്പോൾ നമ്മൾ താഴേന്ന് മേലേക്കാണ് എഴുതുന്നത്. ഇത് ഹാൻഡ് റൈറ്റിംഗ് തെത്ത്. ഹാൻഡ് റൈറ്റിംഗ് തെത്ത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒരു കൊടക്കമ്പി പോലെയേ ഉള്ളൂ. ഇതിനൊക്കെ ഓരോ എന്തെങ്കിലും ഒരു ക്ലൂ നമ്മൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ അക്ഷരങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഉദാഹരണത്തിന് തെത്ത് എന്ന് പറയുമ്പം ഇതൊരു കൊടക്കമ്പി പോലെയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വേർഷൻ നമ്മൾ മലയാളത്തിൽ ഇഥ എഴുതിയില്ലേ, ത ഇഥ, അതേ മോഡലിലാണ് ഈ തെത്തിൻ്റെ പ്രിൻറ്റിങ് വേർഷൻ. ധ പോലെ എഴുതി വന്നിട്ട് ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് തെത്ത്. ഓക്കെ. തെത്തിൻ്റെ വോയിസ് ട് ത്. ഓക്കെ. അപ്പോൾ വാവ്, സൈൻ, ഹെത്ത്, തെത്ത്. ഇനി ഒരക്ഷരം കൂടെ നമ്മൾ ഇന്ന് പഠിക്കും. യൂദ്. യൂദ്. യൂദും ഭയങ്കര എളുപ്പമാണ്. നമ്മൾ മലയാളത്തിൽ കോമ ഇട്ടില്ലേ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമ്മളൊരു അപ്പസ്ട്രോഫി ഒക്കെ കൊടുക്കില്ലേ, എന്തെങ്കിലും വാക്കിന് നമ്മൾ അപ്പസ്ട്രോഫി കൊടുക്കുന്ന മോഡലിൽ ഇത്രേ ഉള്ളൂ യൂദ്. ഇനി ഹാൻഡ് റൈറ്റിംഗ് യൂദാണ് ഇങ്ങനെ എഴുതുന്നത്. പ്രിൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യം കൊടുക്കുന്ന കർവ് ഉണ്ടല്ലോ, അത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ യൂദ്. അപ്പോൾ നമ്മൾ അടുത്ത 5 അക്ഷരങ്ങളും കൂടി പഠിച്ചു. വാവ്, സൈൻ, ഹെത്ത്, തെത്ത്, യൂദ്. വാവിൻ്റെ വോയിസ് വ്, വ, സ്, സ. ഹെത്ത്, ഹ, ഹ്. തെത്ത്, ത്, ത്. യൂദ്, യൂദ്, യ. ഓക്കെ. ഇനി നമ്മൾ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കുറച്ച് വാക്കുകളും കൂടെ പരിചയപ്പെട്ടിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. വാവ് എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് നമ്മളൊരു വാക്ക് പഠിക്കാൻ പോവുകയാണ്.
ഈ വാവ് എന്ന അക്ഷരത്തിൽ തന്നെ ഒരു വാക്കാണ്, അതൊരു വാക്കാണ് വാവ്. വാവ് എന്ന് വെച്ചാൽ ഹുക്ക്. നമ്മൾ ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഹുക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളുത്തിയിടുന്ന ഹുക്കില്ലേ, അതിന് പറയുന്ന പേര് വാവ് എന്നാണ്. ഈ അക്ഷരം പോലെ തന്നെ 2 വാവ് ചേരുന്നതാണ് വാവ്. ഓഫ് കോഴ്സ് നമ്മളിപ്പം വാക്ക് എഴുതില്ല, നമ്മൾ വവ്വല് പഠിക്കാത്തതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ എഴുതുകയാണ്. ഹുക്ക്. ഓക്കെ, വാവ്. അടുത്തത് സൈൻ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ ഈ സൈൻ എന്ന അക്ഷരത്തിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ഉച്ചാരണത്തിൽ തന്നെ സ്വൂവ്. സ്വൂവ് എന്ന് വെച്ചാൽ ഫ്ലൈ, അതായത് കൊതുക്, ഈച്ച, അങ്ങനെയുള്ള ഫ്ലൈസിന് പറയുന്നതാണ് സ്വൂവ്. ഫ്ലൈ. ഓക്കെ, ഇനി ഹെത്ത് ഉപയോഗിച്ച് ഹവ. ഫാം, അതായത് നമ്മൾ വെജിറ്റബിളൊക്കെ കൃഷി ചെയ്യുന്ന ഫാം, അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന അങ്ങനെയൊക്കെയുള്ള ഫാം. ഹവ. ഓക്കെ, ഇനി തെത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് തോവ്. ഗുഡ് എന്നുള്ള അർത്ഥമുള്ള തോവ്. ഓക്കെ, ഇവിടെ ഒരു പ്രത്യേകത പറയാനുള്ളത്, ഈ തോവ് എന്നുള്ള വാക്ക് മസ്കുലിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹീബ്രുവിൽ എന്തിനും ഏതിനും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടെന്നും. ഇപ്പം തോവ്, ഗുഡ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ് അല്ലേ, ഒരു വിശേഷണമാണ്. നല്ലത്, അതൊരു വിശേഷണമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അല്ലെങ്കിൽ നല്ല പൂവ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിനെയോ ഒരു വസ്തുവിനെയോ ഒരു പേരിനെയോ ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമാണ്, ഒരു അഡ്ജക്റ്റീവാണ് ഈ ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പുരുഷനെ പരാമർശിച്ച് പറയുമ്പോൾ തോവ് അല്ലെങ്കിൽ തോവ്, നല്ല ബ്രദർ, തോവ്. അതേസമയം നമ്മളൊരു സ്ത്രീയെ പരാമർശിച്ച് പറയുകയാണെങ്കിൽ അത് തോവ എന്നാവും. ഓക്കെ, അതുകൊണ്ട് ഈ തോവ് എന്നുള്ള വാക്ക് മസ്കുലിനാണ്, ഫെമിനിൻ ആണെങ്കിൽ അത് തോവ എന്നാവും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് അത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അടുത്തത് യൂദ് ഉപയോഗിച്ച് ഒരു വാക്കും കൂടെ, യാദ്. നമ്മുടെ കൈ, യാദ്. ഹാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ 5 അക്ഷരങ്ങൾ പഠിച്ചു, അതിൽ നിന്നുള്ള വാക്കുകൾ പഠിച്ചു. വാവ്, സ്വൂവ്, ഹവ, തോവ്, യാദ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, വായിക്കാൻ പഠിക്കണം, എഴുതാൻ ആഗ്രഹമുള്ളവർ എഴുതാൻ പഠിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 10 അക്ഷരങ്ങൾ പഠിച്ചു, ആ 10 അക്ഷരങ്ങൾ കൊണ്ടുള്ള കുറച്ച് വാക്കുകളും പഠിച്ചു. അപ്പോൾ നമുക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചതെന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. അലിഫ്, ബെത്ത്, ഗിമേൽ, ദാലത്ത്, ഹേയ്, വാവ്, സൈൻ, ഹെത്ത്, തെത്ത്, യൂദ്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ബാക്കിയുള്ള അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം അടുത്ത സെഷനിൽ നമ്മൾ വവൽസ് പഠിക്കും. അടുത്ത 5 അക്ഷരവും വവൽസും പഠിക്കും. ഇത്രയും വെയിറ്റ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പഠിച്ച ഈ 10 അക്ഷരത്തിൽ കുറച്ച് വവൽസ് ഓൾറെഡി അക്ഷരങ്ങളായിട്ട് തന്നെ ഉണ്ട്. ഇതിൽ ചില അക്ഷരങ്ങൾ വവൽസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് വവൽസ് പഠിക്കാൻ പറ്റും. അടുത്ത സെഷനിൽ നമ്മൾ വവൽസും അടുത്ത ഒരു 5 അക്ഷരവും കൂടെ പഠിക്കും. പിന്നെ ഒരു സെഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആൽഫബറ്റിനെ കുറിച്ചുള്ള സെഷൻസ് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം.
ഹീബ്രു അറിയാൻ പാടില്ല എന്നുള്ളൊരു വിഷമം ഇല്ലാത്ത ഒരു മലയാളി സമൂഹം, അതാണ് എൻ്റെ സ്വപ്നം. അല്ലെങ്കിൽ ഹീബ്രു അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിക്കും നല്ല ജോലികൾ നഷ്ടപ്പെടരുത്. അതാണ് എൻ്റെ എയിം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സഹകരിച്ച് നന്നായിട്ട് ഹീബ്രു പഠിക്കാം. നമുക്കൊരു വാശി വേണം, മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കണം എന്നൊരു വാശി വേണം. അപ്പോൾ എല്ലാവരും സഹകരിക്കില്ലേ, പഠിക്കില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഒരു ഹീബ്രു വാക്കും കൂടെ നമുക്ക് പഠിച്ചാലോ? ഗുഡ് ബൈ പറയണ്ടേ? അപ്പോൾ നമുക്ക് ഗുഡ് ബൈ അല്ലെങ്കിൽ ടു സീ യു ഈച്ച് അതർ അഗെയിൻ അല്ലെങ്കിൽ സീ യു അഗെയിൻ എന്ന് പറയുന്നതാണ് ലഹിത്രഓത്ത്. ലഹിത്രഓത്ത്. ഓക്കെ, നമ്മൾ സീ യു അഗെയിൻ, മീറ്റ് യു അഗെയിൻ എന്ന് അല്ലെങ്കിൽ ഗുഡ് ബൈ. ശരിക്കും ഗുഡ് ബൈ ഇതല്ല, ഈ വാക്കല്ല. സീ യു അഗെയിൻ എന്നുള്ളൊരർത്ഥമാണ് ഇതിന് വരുന്നത്, ലഹിത്രഓത്ത്. അപ്പോൾ ലഹിത്രഓത്ത്.